നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 200 ഗ്രാം കൂണ് ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഇവിടെയൊക്കെ വരുന്നുണ്ട്. ഈ ബെഡൊക്കെ നമ്മൾ കളയാനായിട്ട് വെച്ചിരുന്നതാണ്. ഇതിൽ നിന്നെല്ലാം ഇപ്പം കൂണ് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കാനായിട്ട് മറന്നുപോയി. ഇനിയിപ്പോൾ ഇത് നാളത്തേക്ക് കൊള്ളത്തില്ല. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചുരുണ്ട് മേലോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ഇത് നമുക്ക് കടയിൽ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ എടുക്കാം. ഇത് ഞാൻ രാവിലെ എടുത്തപ്പോൾ കണ്ടില്ലായിരുന്നു. 200 ഗ്രാമാണ് കിട്ടിയത്. ഇതിപ്പോൾ ഒരു 150 ഗ്രാമെങ്കിലും കാണും. ഇത് നമുക്ക് വേണമെങ്കിൽ കറി വെക്കാം. പിന്നെ ഇവിടെയെല്ലാം ഇതുണ്ട്. ഇവിടെയെല്ലാം ഈ മഴ പെയ്തത് കൊണ്ടാണ് ഇതെല്ലാം നല്ലതായിട്ട് വരുന്നുണ്ട്. മഴ പെയ്താൽ നമുക്ക് നല്ല രീതിയിൽ മഴയെന്നല്ല, നമ്മുടെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറൊക്കെ കറക്റ്റാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇത് കളയാൻ വെച്ചിരിക്കുന്ന ബെഡിൽ നിന്നൊക്കെ ഇപ്പം പുതിയതായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഈ വിത്ത് നല്ലതായതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഈ അറക്കപ്പൊടി ആവി കയറ്റി പുഴുങ്ങി എടുത്തിരിക്കുന്നതൊക്കെ വളരെ നല്ല രീതിയിലായതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ എല്ലാം വരുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡുണ്ട്, ഇവിടെ താഴെയൊക്കെ ഉണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡിലാണെങ്കിലും കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയൊക്കെ ഒരുപാട് ഇതേല് കണ്ടോ, നിറച്ച് മുട്ടാണ്. ഇത് നിറയെ മുട്ടാണ്. ഇവിടെയൊക്കെ ഇത് പൊട്ടി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പം ഈ നമുക്ക് ചൂട് സമയത്ത്, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ 3 മാസങ്ങളിലാണ് നമുക്ക് ചൂട് വളരെ കൂടുതൽ. ആ സമയത്ത് നമുക്ക് വിളവ് കുറഞ്ഞ് വരികയുള്ളൂ. ബാക്കി സമയത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. പിന്നെ ഇന്നലെ നമ്മൾ പുതിയ ബെഡ് ചെയ്തായിരുന്നു. അത് അറക്കപ്പൊടി ആവി കയറ്റുന്നൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ നമുക്ക് 25 പാക്കറ്റ് വിത്താണ് നമ്മൾ കുമരകത്ത് കാർഷിക ഭവനിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഇന്നലെ നമ്മൾ 18 പാക്കറ്റ് എടുത്തു. 18 പാക്കറ്റിൽ ഒരു പാക്കറ്റ് വിത്ത് കറുത്തായത് നമ്മൾ കളഞ്ഞു. ബാക്കിയെല്ലാം നമ്മൾ ചെയ്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. 36 ബെഡുണ്ട്. ഇത് 36 ബെഡ് നമ്മൾ 18 പാക്കറ്റാണ്. അപ്പോൾ ഒരു പാക്കറ്റ് 2 എണ്ണം വീതമാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ട് ഇതെല്ലാം ഇങ്ങനെ നമ്മളിത് ഡേറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഡേറ്റും ഇട്ട് ഇതുപോലെ എല്ലാത്തിലും ഡേറ്റൊക്കെ ഇട്ട് വെച്ചു. പിന്നെ ഇതിൽ ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ആ മുറിയിലെ ഉറിയിലേക്ക് ഇത് ഇടണം. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ആവണക്കണ്ണയും കൂടെ കവറിൻ്റെ പുറത്തുകൂടെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടാണ് ആ ഉറിയൽ നമ്മൾ ഇടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈച്ചയുടെ ശല്യമൊന്നും ഇല്ലായിരിക്കും. ആവണക്കണ്ണയും പുൽത്തൈലവും കൂടെ നമ്മൾ ഈ കവറിൻ്റെ പുറത്തോടെ ഒന്ന് ഒരു തുണിയേൽ കുറച്ച് എടുത്തിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അന്നേരം ഈ ഈച്ചശല്യമൊന്നും ഇതിലേക്ക് പെട്ടെന്ന് പുഴുവൊക്കെ ഉണ്ടാകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു 7 പാക്കറ്റും കൂടി ഇരിപ്പുണ്ട്. ഒരു ബാരൽ അറക്കപ്പൊടിയാണ് നമ്മൾ ഇന്നലെ പുഴുങ്ങിയത്. അത്രയും കൊണ്ടാണ് നമ്മൾ ഈ 36 ബെഡ് ചെയ്തത്. ഇതിനി അടുത്ത പ്രാവശ്യം പുഴുങ്ങുന്ന ഇതിൻ്റെ നമ്മൾ അറക്കപ്പൊടി പുഴുങ്ങുന്നതിൻ്റെയൊക്കെ വീഡിയോ, ബാരലിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമ്മളിത് ഡാർക്ക് റൂം പോലെ നമ്മുടെ ഈ റൂമിൽ തന്നെ ഇട്ടേക്കുന്ന ഈ ഭാഗമുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ആവണക്കെണ്ണ. ഇതാണ് നമ്മൾ തുണിയിൽ കുറച്ചെടുത്തിട്ടാണ് ആ കവറിൻ്റെ പുറത്തുനിന്ന് തൂത്ത് കൊടുക്കുന്നത്. പിന്നെ പുൽത്തൈലും ഉണ്ട്. ഇതുപോലെ ചെറിയ ഉപ്പിക്കകത്ത് പുൽത്തൈലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ തൂത്ത് കൊടുക്കുന്നത്. പിന്നെ ഡെറ്റോളൊക്കെ ഒഴിച്ച് നമ്മൾ ഈ റൂമിൻ്റെ തറയൊക്കെ കഴുകി ക്ലീനാക്കും. ഈ ഉറിയലാണ്. ഈ ഉറിയെല്ലാം നമ്മൾ ഡെറ്റോളും കൊണ്ട് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടൊക്കെ ഈ ഉറിയലാണ് ആ ബെഡെല്ലാം ഇടുന്നത്. അതിനുശേഷം നമ്മൾ ഈ കട്ടൻ, ഈ പച്ച, ഇത് ഇങ്ങനെ താഴേക്ക് താത്തിയിടും. അപ്പോൾ ഇത്രയും ഭാഗത്തൊരു ചെറിയൊരു ഇരുട്ട് പോലെ കിട്ടും. ഡാർക്ക് റൂം അങ്ങനെ ഒരുപാട് ഇരുട്ടൊന്നും വേണ്ട. ചെറിയൊരു മറവ്, വെട്ടത്തിൻ്റെ ഡയറക്റ്റ് വെട്ടം വരാത്ത ഒരു രീതിയിൽ ആക്കുക. അപ്പോൾ ഇത് നമ്മൾ ഈ കട്ടൻ ഇങ്ങനെ താഴേക്ക് ഈ വശത്തും ഇവിടെയും താത്തിയിടും. അപ്പോൾ അതിനകത്താണ് ഇതിടുന്നത്. ബാക്കി ബെഡൊക്കെ ഇവിടെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ ഈ റൂമിന് ഫാനൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഹണിക്കൊമ്പ് പാടൊക്കെ വെക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അന്നേരം ഇടാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.